നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ 18 ലക്ഷത്തോളം ആളുകൾക്ക് വിതരണം നടത്തിയിട്ടുണ്ട്. ഇന്നലെ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അവിടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കാണിക്കുന്ന ആളുകൾ എന്നായിരിക്കും മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരിക? അതുപോലെ തന്നെ ഇന്നലെ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, തുടർന്ന് മാസങ്ങളിൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ എത്തുമെന്നുള്ളത്. അന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ ഇതിൽ മുസ്ലിങ്ങളുടെ പെരുന്നാളായതുകൊണ്ട് തന്നെ ബാങ്ക് അവധിയായിരിക്കും, അന്ന് പെൻഷൻ ലഭിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന അറിയിപ്പോൾ മാത്രമായിരുന്നു നമ്മളിവിടെ ഷെയർ ചെയ്യാറുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നലെ 1000 രൂപയാണ് പെൻഷൻ ലഭിച്ചത്. എന്നാൽ ഫെബ്രുവരി മാസം തന്നെ അപ്രൂവലായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപേക്ഷ കൊടുത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് 2000 രൂപയുടെ പെൻഷനും അവർക്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. മറ്റാളുകൾക്കൊന്നും ഇപ്പോൾ പെൻഷൻ എത്തിയിട്ടില്ല. പെൻഷൻ എത്താത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട്. അന്ന് ബാങ്ക് അക്കൗണ്ട് മാറ്റി കൊടുത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ രേഖകൾ റെഡിയാക്കാത്തത് കൊണ്ട് റിജക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇന്നലെ പെൻഷൻ ലഭിച്ചിട്ടില്ല. എല്ലാ രേഖകളും റെഡിയാക്കി നമ്മൾ തന്ന ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്കിൽ കയറി നോക്കിയ അപ്രൂവലായ ആളുകൾക്കാണ് ഇന്നലെ പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ ആ ലിങ്ക് ഓപ്പൺ ആണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നലെ വന്ന പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെയുണ്ട്. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ പെൻഷൻ ഐഡിയോ അതല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഇന്നലെ ബാങ്ക് അവധിയായിരുന്നിട്ടും നമുക്ക് പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 18 ലക്ഷത്തോളം ആളുകൾക്ക് പണം അക്കൗണ്ടിൽ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മാസവും നമുക്ക് പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നലെ ഏത് ബാങ്കിലേക്കാണ് പണം എത്തിയത്? ഇന്നലെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുത്ത ആളുകൾക്ക് പണം എത്തിയിട്ടില്ല എന്നുള്ളതെല്ലാം. പക്ഷെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നലെ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലെ ഏത് ബാങ്കിലെ ആയാലും നമ്മുടെ പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അത് ബാങ്കിൻ്റെ കുഴപ്പമില്ല. നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പർ മാറുകയോ അതല്ലെങ്കിൽ അപേക്ഷ അപ്രൂവൽ ആകാതിരിക്കുക നിങ്ങളുടെ കാരണം കൊണ്ടാണ് പണം അക്കൗണ്ടിൽ ലഭിക്കാത്തത്. ഇന്നലെ നിങ്ങൾക്ക് എത്ര രൂപയാണ് പണം എത്തിയത്? 2000 രൂപ ഉള്ള ആളുകൾ 2000 എന്നും 1000 ലഭിച്ച ആളുകൾ 1000 എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന് ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിട്ടില്ല മസ്റ്ററിങ് ചെയ്യാന്നുള്ളത്. സർക്കാരിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് വരുന്ന സമയത്ത് നമ്മൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാർ ഇനി ഔദ്യോഗികമായി സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് മാത്രം മസ്റ്ററിങ് ചെയ്താൽ മതിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.